ഹരീഷേ ഇതൊക്കെ എടുത്ത് വെച്ച് എല്ലാം എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് വെച്ച് ഈ കുട്ടി ഞാനല്ലേടാ ഇത് നിങ്ങളുടെ രേവതി ചെറിയമ്മ പോലെ ഉണ്ടല്ലോ. അതെ സുഭാഷ് ചേട്ടാ, ഈ ഫോട്ടോയിൽ ആളെ കാണാനേ നോർത്ത് ഇന്ത്യയിലെ പോലെ ഉണ്ടല്ലോ. നിങ്ങളുടെ അമ്മയുടെ അനിയത്തി എന്നല്ലേ പറഞ്ഞേ? എന്നാൽ രണ്ടുപേർക്കും ചായയില്ലല്ലോ. അതെ ഏട്ടത്തി പറഞ്ഞോളേ, ഇവരെ കാണാൻ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കാണ് ഏട്ടാ. ഇവരുടെ പേര് രേവതി എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് കണ്ട ഒരു ഹിന്ദിക്കാരെ പോലെ ഉണ്ടല്ലോ. ഇതെന്താ ഇവർ എന്റെ കൂടെ മാത്രം ഫോട്ടോ എടുത്തത്? നിങ്ങളുടെ ആളെയും കൂടെ എന്നുള്ള ഫോട്ടോ ഒന്നുമില്ലല്ലോ. എടാ നികേഷ്, നീ വെറുതെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാ? പാത്രം നോക്കാനല്ലേ വന്നത്? അത് കിട്ടിയില്ലോ. എല്ലാം എടുത്ത് വെച്ച് അടുത്ത പടി എന്താന്ന് വെച്ചത്? അടച്ചേ നിക്ക് സുഭാഷേട്ടാ. എടാ പൊടിയാണാ. ആദ്യം മുതലേ ഫോട്ടോസ് കാണുമ്പോഴാണല്ലോ നിങ്ങളുടെ പ്രശ്നം. എടാ അത് ഈ ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടാ പ്രശ്നം. ഇപ്പൊ ഞാൻ ചോദിച്ച ഉത്തരം പറ. ഇത് ആരിത്? രേവതി ചെറിയമാണെന്ന് ഒരാൾ പറയും. അവർ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഫോട്ടോ കണ്ടിട്ട് നോർത്ത് ഇന്ത്യൻ ലുക്ക്. ആരിത്? നിങ്ങളുടെ കൂടെ ഇവരുടെ ഫോട്ടോ ഒന്നും കാണാനില്ല. എന്നാ എന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത്? ഭാര്യയൊക്കെ ഒന്ന് ജയിലിൽ പോയാനാ ഭാസൻ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വെളിനാട്ടിൽ നിന്ന് ഏതോ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ടു വന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അവളും പോയി. ഇനി അതിനെയും കൊന്നു ആർക്കറിയാം. സുഭാഷേട്ടാ ഇവരാണോ ലേഡി? ഇതൊന്നുമല്ല. സുഭാഷേട്ടാ നുണ പറയാ. അച്ഛൻ വെളിനാട്ടിൽ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ സ്ത്രീയാണോ? നീ ആ ഫോട്ടോ എങ്ങനെ ചോദിച്ച ഉത്തരം സുഭാഷേട്ടാ. ഒന്ന് നിന്നെ എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഒരു ലേഡിയെ കൂട്ടിക്കൊണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവരല്ലേ അത്? ഇവരെന്തിനാ എന്നെ എടുത്തിരിക്കുന്നത്? ഇവരുടെ കയ്യിൽ എന്നെ കൊടുത്തത്? എന്റെ അമ്മയുടെ ഒരു ഫോട്ടോ എന്റെ ആയിട്ടില്ല. ഈ സ്ത്രീ മാത്രം എന്നെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്താൽ പോരായിരുന്നോ? എന്നെ ഇതിനെ ഇവരെ കൊടുത്തത്? വെളിനാട്ടിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നാലും നാട്ടുകാർ മുഴുവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴേ കാണുന്നത്. ഇവരുടെ കയ്യിൽ നിങ്ങൾ എന്നെ കൊടുത്തത്? ഈ ഫോട്ടോ ആണെന്ന് എനിക്ക് കലി വരിക. പറയണം, എന്തിനാ ഈ സ്ത്രീ എന്നെ എടുത്തുനിന്ന് ഫോട്ടോ എടുത്തത്? നിങ്ങളാണ് ചോദിക്കുന്നത്. എന്തിനാ ഇവരെ കയ്യിൽ എന്നെ കൊടുത്തത്? അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ഈ സ്ത്രീ എന്തിനാ എന്നെ എടുത്തുനിന്ന് ഫോട്ടോ എടുത്തത്? ഈ സ്ത്രീ ജീവനോടെ ഉണ്ടോ? അതോ എന്റെ അമ്മയെ കൊന്ന പോലെ ഇവരെ കൊന്നു പറഞ്ഞോ? നികേഷ്, അതിന്റെ മേത്ത് കൈയിട്. കൈയെടുക്കാനാ പറഞ്ഞത്. ചോദിച്ചത് ഉത്തരം. വലിയ തമ്പുരാനെ പോലെ ഒന്നും എന്നെ ചോദിച്ചിരിക്കുക. നികേഷ്, ഇതൊന്നും ഉണ്ടായിരുന്നേ. നീ ഇതിലിങ്ങനെ അനാവശ്യ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ. ഞാൻ എന്ത് തെറ്റാ സുഭാഷോട് ചോദിച്ചത്? ഈ സ്ത്രീ നിങ്ങളൊപ്പം ഫോട്ടോ എടുത്തിട്ടില്ല. എന്റെ ഒപ്പം മാത്രം ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ഇതാ നോക്ക്, അവരെന്നെ എടുത്തേക്ക് നോക്ക്. കാണുമ്പോ ഈ കലി വരിക. ഇവരുടെ കയ്യിലേക്ക് എന്നെ എന്തിനാ എനിക്ക് വെച്ചു കൊടുത്തത്? ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടണം. അവന്റെ ഒരു കലി. നിനക്ക് ഉത്തരവല്ലേ വേണ്ടേ? ഞാൻ പറഞ്ഞുതരാം. നിന്നെ തള്ള പിന്നെ നിന്നെ അല്ലാതെ നാട്ടുകാരുടെ കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെക്കോ? അതായത് കാണുമ്പോ അവര് സഹിക്കുന്നില്ല, കലി വരുന്നത് അല്ലേ? എടാ, നിന്നെ കരിയിളക്കുന്ന ഈ ഫോട്ടോയിൽ കിടന്ന സ്ത്രീ ഉണ്ടല്ലോ, അതാണ് നിന്റെ തള്ള. നിന്നെ പെറ്റ നിന്റെ അമ്മ. അമ്മയോ? എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? എന്തിനാ അതൊക്കെ ഇവരോട് പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല നിനക്ക്. ആരുടെ അമ്മയെന്ന് പറഞ്ഞേ? പറഞ്ഞത് തെളിഞ്ഞിട്ടാ നിനക്ക്. എടാ, നിന്റെ അമ്മ ഈ ഫോട്ടോ കാണുന്നില്ലേ? ഇത് തന്നെ അവരുടെ അമ്മ അവരെ എടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോ നീ കണ്ടില്ലേ? അതുപോലെ നിന്റെ അമ്മ നിന്നെ എടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇത്. ഇതിലിപ്പോ എന്താ എത്ര വലിയ തെറ്റുള്ള? സ്വന്തം മക്കളെ എടുക്കാൻ അമ്മമാർക്ക് അവകാശമില്ലേ? ഒരു വലിയ ചോദ്യമായിട്ട് വന്നിരിക്കുന്നു. അച്ഛൻ നിങ്ങളോട് ഞാനൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ആ സ്ത്രീ എന്തിനാ അവരെ എടുത്തോണ്ട് നിൽക്കുന്നു ചോദിച്ചിട്ട് എന്റെ കുത്തിരി പിടിക്കുമ്പോ ഞാൻ പിന്നെ എന്തോന്ന് പറയണോടാ? അതിലെ അവരുടെ അമ്മ അമ്മയല്ലേ മക്കളെ എടുക്കേണ്ടത്? അച്ഛൻ നിർത്ത്. നീ ഇറങ്ങി തന്നെ. സുഭാഷേട്ടാ, എന്റെ അമ്മ നിങ്ങളുടെ അമ്മ വേറെയാണോ? പറ സുഭാഷേട്ടാ, അമ്മ വേറെയാണോന്ന്? അതേന്ന് പറഞ്ഞില്ലേടാ. അവരുടെ അമ്മയും നിന്റെ അമ്മയും ഒന്നല്ല. ആ ഫോട്ടോയിലും 3 പേരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീയില്ലേ, ശാന്തി, അത് അവരുടെ അമ്മ. നിന്നെ എടുത്ത് നിൽക്കുന്നത് നിന്റെ അമ്മ. മതിയോ? വെറുതെ ചോദിച്ചു തന്നെ ചോദിച്ച് മനുഷ്യനെ വെറുപ്പിക്കാനായിട്ട്. നിന്റെ കൈ പോകുന്നില്ലേ? നിങ്ങളൊക്കെ എന്താ വേണ്ടേ? ആരോടാ എപ്പോഴാ എന്താ പറയേണ്ടത്? ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒന്നുമില്ലെങ്കിലും ഇത്രയും പ്രായമായില്ലേ? എന്താ ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുള്ള? എന്റെ ഭാവം കണ്ട ഭൂകമ്പം വന്ന് ഈ വീട് രണ്ടായിട്ടങ്ങ് പിളർന്ന പോലെ ഉണ്ടല്ലോ. എന്തിനത് ഇവരോട് ഇപ്പൊ പറഞ്ഞു ചോദിച്ചാ? ഇത്രയും കാലം അവരത് അറിയാനല്ലേ ഇരുന്നേ? ഇപ്പൊ നിങ്ങൾക്ക് അത് പറയേണ്ട ആവശ്യം എന്താ? 2 സ്ത്രീകളുടെ കുട്ടികൾ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് അഭിമാനമായിരിക്കും. പക്ഷെ അവനറിയിക്കേണ്ട കാര്യം എന്താ? അവൻ എന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ചോദിച്ചത് നീ കേട്ടില്ലേ? അവന്റെ ചോദ്യത്തിന് മറുപടി വേണ്ടേ? അവൻ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ചോദിച്ചാൽ എന്ത് പറയുന്നതാണോ? പറയൂടാ. പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല. എല്ലാവരോടും എന്റെ പാക്കറ്റ് തരാനൊന്നും വേണ്ട. അല്ലെ, നിങ്ങളോട് ആരോടാ അവൻ ആ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞേ? അത് കണ്ട അവൻ ചോദിക്കുന്നില്ലേ? അവനോട് സത്യം പറയണ്ടേ? അല്ലാതെ അവനോട് നീയൊക്കെ പറയുന്നത് പോലെ പച്ചക്കള്ള ഞാൻ പറയില്ല. അവൻ ചോദിച്ചത് അവൻ അറിയാനുള്ള അവന്റെ അവകാശം. ആ അവകാശത്തെ മാനിക്കുന്നതുകൊണ്ട് ഞാൻ അവനോട് സത്യം തന്നെ പറഞ്ഞു. അതെന്താ അതിന്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്തിട്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്റെ പാക്കറ്റ് തരാറ്? എന്തെങ്കിലും ഒരിക്കൽ അവൻ അറിയാൻ പോകുന്ന സത്യം തന്നെ ഇത്. അത് ഇന്ന് അറിഞ്ഞു വിചാരിച്ചാൽ മതി. അത് എന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് എന്ത് കാര്യം? ഫോട്ടോ എടുത്ത് കാണിച്ചത് പോരാ, സത്യം പറഞ്ഞ എന്നെ പഠിക്കാൻ വരും. സുഭാഷേട്ടാ, അപ്പോ ഞാൻ നിങ്ങളുടെ അനിയനല്ലേ സുഭാഷേട്ടാ? ആര് പറഞ്ഞല്ല, അവര് പറയുന്നത് നീ കാര്യമൊക്കെ നിൽക്കുന്നു. ആളുടെ സ്വഭാവത്തിന് അറിയാവുന്നതല്ല. ഞങ്ങളുടെ അമ്മ തന്നെയാണ് നിന്റെ അമ്മ. ഇനി എന്തിനാ സുഭാഷേട്ടാ എങ്ങനെ എടുത്തോണം? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സത്യം നേരത്തെ അറിയായിരുന്നു. എനിക്ക് മാത്രം അറിയില്ലായിരുന്നു അല്ലെ? അല്ല, നമുക്ക് ഒരേ അമ്മയല്ല. നിങ്ങളുടെ അമ്മയല്ല എന്റെ അമ്മ. ആരും എന്നോട് പറഞ്ഞില്ല. അത് വിടറാ. എങ്ങനെ വിടാനായിട്ടാ ഞാൻ? അതാണ് സത്യം. അമ്മ വേറെ എന്താ? നീ ഞങ്ങൾക്ക് 3 പേര് അനിയനല്ലേ? ഞങ്ങൾ 3 പേര് നിന്റെ ചേട്ടന്മാരും. അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് ആരും പറഞ്ഞില്ല? എത്ര വലിയ കാര്യം ഇത്. എന്നിട്ട് എന്നോട് എന്ത് മറച്ചു വെച്ചേ? അമ്മ വേറെ എന്നോട് പറയാനില്ലേ? അമ്മ വേറെ ആയാലും എന്താടാ? നമ്മുടെ അച്ഛനൊന്നല്ലടാ. ഏത് നേരത്തെ പാത്രം തരാൻ തോന്നിയെന്ന് എനിക്ക് അറിയില്ല. ആവശ്യമില്ലാത്തെല്ലാം കണ്ട് ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞു. ഇതെല്ലാം തുള്ളി കൊണ്ടുവച്ചേ. മോനെ നികേഷ്, എടാ എന്തായിട്ടാ എന്നോട് പറയാനിത്? മോനെ, എടാ നീ അതറിഞ്ഞിട്ട് എന്താ പോകാനടാ? എടാ നീ അത് അറിയേണ്ട ആവശ്യമില്ലാന്ന് തോന്നി. അതുകൊണ്ടാ ഇപ്പൊ അയാൾ കാരണം എല്ലാം അറിഞ്ഞുപോയി. അതുകൊണ്ട് നമുക്കിടയിൽ എന്ത് മാറ്റം ഉണ്ടായിട്ടുള്ളത്? അയാൾ എവിടെ നിന്ന് ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. ഒരു പേര് പറഞ്ഞ ആ സ്ത്രീയാണ് എന്റെ അമ്മ. ഞാൻ നിങ്ങളെപ്പോലെ ജനിച്ച ആളല്ല. ഇതെന്നോട് പറയണ്ട ഏട്ടാ. എന്തുകൊണ്ടാ പറയാതിരുന്നേ? എന്താ എന്നോട് പറയാതിരുന്നത്? കരയടാ, നോക്ക്, എല്ലാം പഴയ കാര്യങ്ങളല്ല. അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാന്ന് ഓർത്തിട്ടാ ഞങ്ങളതൊന്നും പറയാതിരുന്നത്. എടാ, അന്നും ഇന്നും
നീ എനിക്ക് അനിയൻ തന്നെയാണ്. ഇന്ന് നീ അറിഞ്ഞുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. ഒന്നും. എടാ ഇങ്ങനെ കരയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മ ആരായാലും എന്താടാ ഈ കാരണം കൊണ്ട് നമ്മുടെ ജീവിതം മാറാൻ പോണില്ല നികേഷേ. എടാ മോനെ, നികേഷ്, നികേഷ്. എടാ മോനെ, നികേഷ്. എടാ മോനെ, എടാ നീ കരഞ്ഞോ, എത്ര വേണമെങ്കിലും കരഞ്ഞോ, പക്ഷെ ഇന്നത്തോടെ ഈ സങ്കടം അവസാനിപ്പിച്ചോളാം. എടാ ഞങ്ങളുടെ ആരുടെ ഉള്ളില് നിന്റെ അമ്മ മറ്റൊരാളെന്നുള്ള തോന്നലില്ല നികേഷേ. എടാ കഴിഞ്ഞ കാര്യങ്ങളുടെ പുറകെ പോയി അതെന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇനി എന്ത് കാര്യമാണ് നികേഷേ. എടാ നോക്ക്, നീ ഇങ്ങനെ സങ്കടപ്പെടുന്ന കാണാൻ ഞങ്ങൾക്ക് വയ്യ. എടാ ഈ സങ്കടം കാണാണ്ടിരിക്കാനാ ഞങ്ങളൊന്നും പറയാണ്ടിരുന്നത്. ഈ സത്യം അറിയാണ്ടിരുന്നോണ്ട് ഇതുവരെയും ജീവിതത്തിൽ സന്തോഷം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. എടാ ഇനി ആ സന്തോഷം മതിയാ, അത് നീ അങ്ങ് മറന്നു കളാ. ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന സുഭാഷേട്ടാ. നിങ്ങൾ എന്റെ അമ്മയുടെ മക്കളെന്ന് ഓർക്കുമ്പോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ചേട്ടാ. അറിയാതെ ഇങ്ങനെ ഒരു സന്ദർഭം ഒരിക്കലും ഉണ്ടാവരുതെന്ന് വിചാരിച്ചതായിരുന്നു. അമ്മ മരിച്ചതിന്റെ കാരണം അച്ഛനാണെന്ന് പറഞ്ഞ പോലീസ് അച്ഛനെ കൊണ്ടുപോയി. കുറച്ചുനാൾ ഈ വീട്ടിൽ പിന്നെ ചേട്ടനും ഞങ്ങളും മാത്രമായി. ചേട്ടനെന്ന് 13 വയസ്സാ പ്രായം. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ അച്ഛൻ ജയിലിൽ നിന്ന് വന്ന പാടെ ലോറി എടുത്ത് എങ്ങോട്ടോ പോയി. കുറെ നാളത്തേക്ക് പിന്നെ അച്ഛൻ വന്നിട്ടില്ലായിരുന്നു. മോനെ കരയില്ലടാ. എടാ നീ കരയില്ലേ നികേഷ് വരില്ലെന്ന് ഞങ്ങൾ കരുതിയേ. അപ്പോഴേക്കും അച്ഛന്റെ അമ്മയുടെ സ്ഥാനം ചേട്ടൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. ഇത്രയും കാലം ഒരു നരകാണെങ്കിലും അത് എന്റെ കൂടി വീട്ടാണെന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് എന്റെ മനസ്സിലായി. നികേഷ് ഇതുവരെ വന്നിട്ടില്ല. സ്വന്തം എന്ന് വിചാരിച്ചവരൊക്കെ ആരെല്ലാം തോന്നിയ ചെറിയ മനസ്സല്ലേ.